10 ഇമോഷൻ ടൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൂൾ നമ്പർ 1, ജോൺ ഗോട്ട്മാൻ്റെ ഇമോഷൻ റിലീഫ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഇമോഷൻ കാർഡ്സ്. നിങ്ങൾക്കൊക്കെ ഇതിന് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞുമക്കൾക്ക് സങ്കടം ഉണ്ടാകുന്ന ഏത് സമയത്തും ഒരു ജേണൽ പോലെ കുറച്ച് ഇമോഷൻ കാർഡ്സ് മേടിച്ച് കൊടുക്കുക. അത് എഴുതാൻ പറയുക, ലെറ്റർ നോട്ട്സ് എഴുതാൻ പറയുക. സൈക്കോളജിക്കലാണ്. ഇപ്പോൾ ഇമോഷൻ തോന്നുന്ന സമയം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഡിസ്ട്രാക്റ്റഡ് ആകാതെ അത് പതിയെ എഴുതുക. പ്രിയപ്പെട്ട സുഹൃത്തിനെ മിസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ ഞങ്ങൾക്ക് എഴുതി തന്നതുപോലെ ലെറ്റർ റൈറ്റ് ചെയ്യാൻ പറയുക, ഇമോഷൻ കാർഡ്സ് എഴുതാൻ പറയുക. സോ ഇമോഷൻ ടൂൾ നമ്പർ 1 ഈസ് ഇമോഷൻ കാർഡ്സ് റൈറ്റിംഗ്. ആ കുട്ടിയുടെ സാഡ്നെസ്, ഹാപ്പിനെസ് ഓർ empathetical issues or whatever it is, they can write in this emotion cards. But one thing, എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നതിന് ശേഷം ആ കാർഡ്സ് അവരുടെ പെർമിഷനോടുകൂടി, അവരുടെ പ്രൈവസിയുടെ പെർമിഷനോടുകൂടി വായിച്ചതിന് ശേഷം അത് അവർ ചേർത്ത് വെച്ച് അത് ആ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കൊടുക്കുകയോ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ്സിലൂടെ എഴുതി വെൻറ്റിലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇമോഷണൽ ടൂൾസിൽ രണ്ടാമത്തേതാണ് പോളിവേഗൽ തിയറിയുടെ ബേസിസിൽ കാമിങ് ദ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ നമുക്ക് 5 ഗ്രൗണ്ടിങ് സിസ്റ്റത്തിലെ കാം ഡൗൺ ബ്രീത്തിങ് ടെക്നിക്സ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? മൂക്കിലൂടെ 5 കൗണ്ട് ചെയ്തുകൊണ്ട് ശ്വാസം ഇൻഹെയിൽ ചെയ്യുക, ദെൻ വായയിലൂടെ അത് എക്സെയിൽ ചെയ്യുക. ഇത് പോളിവേഗൽ തിയറി ബേസ് ചെയ്തിട്ടുള്ള ബ്രീത്തിങ് ഗ്രൗണ്ടിങ് സിസ്റ്റമാണ്. അത് ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ചിന്തിക്കുമായിരിക്കും, നല്ല ടെൻഷൻ അടിച്ച് കരഞ്ഞിരിക്കുന്ന കുട്ടീനോട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ടിപ്പ് നമ്പർ 1, ഇമോഷണൽ ടൂൾ കാർഡ് സിസ്റ്റത്തിൽ എഴുതി കഴിയുമ്പോൾ കുറച്ച് കൂളാകും. അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ടോക്കണെല്ലാം കൊടുത്ത് ഒന്ന് സംയോജിപ്പിച്ചതിന് ശേഷം നിങ്ങളും അവരും ഒരുമിച്ചൊരു മെഡിറ്റേഷനിലിരുന്നിട്ട് പതിയെ നമുക്ക് പോളിവേഗൽ സിസ്റ്റം, കാമിങ് ദ നെർവസ് സിസ്റ്റം എന്നുള്ള സംവിധാനം കുറച്ച് ലൈറ്റ് മൈൻഡ്ഫുൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. ഏത് ടൂളും പ്രാക്ടിക്കലാണ്, അഡാപ്റ്റീവാണ്. എപ്പോൾ നമ്മൾ കൂട്ടത്തോടെ കുട്ടികൾക്ക് ഒരു ഹോം സ്കൂളിംഗ് സിസ്റ്റത്തിൽ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും പോളിവേഗൽ തിയറി വർക്കൗട്ട് ആവും. താങ്ക് യു സോ മച്ച്.